പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷൻ നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് പൗലോസോടെ പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് വിശുദ്ധി എന്ന് പറയുന്നത്? നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വിശുദ്ധിയെ കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ പലരുടെ ഹൃദയത്തിനകത്തും വളരെ വേദനയാണ്. ഉദാഹരണം ഞാൻ പറയട്ടെ, നിങ്ങൾ അലക്കി തേച്ച നല്ലൊരു തൂവെള്ള ഉടുപ്പ് നിങ്ങൾ ധരിക്കുന്നു എന്ന് ചിന്തിക്കുക. ആ ഉടുപ്പിലേക്ക് നിങ്ങളുടെ പേനിൽ നിന്ന് ഒരു തുള്ളി മഷി വീണ് കഴിഞ്ഞാൽ ആ മഷി പിന്നെ കഴുകി കളയുക എന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമാണ്. എത്രമാത്രം കഴുകിയാലും ആ മഷിയുടെ കറ അവിടെ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഹൃദയം നിർമ്മലമാണ്. ആ നിർമ്മലമായ ഹൃദയത്തിൽ പാപത്തിന്റെ കറകൾ പുരണ്ടാൽ അല്ലരിയ പിന്നീട് അത് എന്തെല്ലാം ചെയ്താലും മാറ്റിയെടുക്കുവാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കഴിയാത്ത ആ പാപം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. കാരണം നിങ്ങളുടെ ഉള്ളിൽ മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യാത്മാവിനാൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്നതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പറ്റിപ്പിടിക്കും പാപത്തിന്റെ കറയായി. അവിടെയാണ് ദൈവം നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണമെന്ന് പറയുന്നത്. നിങ്ങൾ ആത്മാവിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ മനുഷ്യാത്മാവിനാലുള്ള പാപത്തിന്റെ കറകളെ നീക്കി നിങ്ങളെ ദൈവാത്മാവിൽ ദൈവം നിറയ്ക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ സകല മനുഷ്യരിലും വിശുദ്ധി കാണണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, താങ്കൾ ആരുമായിരിക്കട്ടെ, എവിടെ ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കട്ടെ, താങ്കൾ ഏത് മത ചിന്താഗതികനായിരുന്നാലും താങ്കളുടെ ഉള്ളിലെ പാപത്തിന്റെ കറകളെ നീക്കി താങ്കളുടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷൻ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ആത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ ആത്മാവിന്റെ ഫലം നമ്മളിൽ ലഭ്യമാകണമെങ്കിൽ നാം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും ദൈവം നമ്മളിൽ തന്ന് നിറച്ച് നിങ്ങളെ കർത്താവിന്റെ ഒരു ഒരു പത്രമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കളങ്കമില്ലാത്തൊരു മനസ്സാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ കളങ്കമില്ലാത്ത മനസ്സ് എന്ന് പറയുമ്പോൾ അത് പ്രാപിക്കണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിലൂടെ മാത്രമേ അത് പ്രാപിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള സകല മനുഷ്യനും അശുദ്ധിയിൽ നിറയപ്പെട്ട് ജീവിക്കുന്നവരാണ്. അശുദ്ധി ഉള്ളിടത്തൊരിക്കലും ഹല്ലേലൂയ വിശുദ്ധി കൊണ്ടുവരാനും വിശുദ്ധിയോടെ ജീവിപ്പാനും വിശുദ്ധി സംസാരിപ്പാനും വിശുദ്ധിയുടെ മാർഗം കാണിക്കാനും കഴിയത്തില്ല. കാരണം അശുദ്ധി എപ്പോഴും അതിനെ തകർത്തുകൊണ്ടിരിക്കുക. എന്നാൽ ആ അശുദ്ധിയെ നീക്കിക്കളയണമെന്ന് ദൈവാത്മാവ് ഓർമ്മിക്കുകയാണ്. അപ്പം വിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധീകരണം, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. വിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്നാൽ എന്താണ്? ചുരുക്കത്തിൽ ക്രിസ്തുവിനെ പോലെയാകുന്നതാണ് വിശുദ്ധി. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് ആകുന്നതാണ് വിശുദ്ധി. ക്രിസ്തുവിന്റെ വചന ഹൃദയത്തിൽ നിറയുന്നതാണ് വിശുദ്ധി. ആത്മാവിന്റെ ചിന്തകളും ആത്മാവിന്റെ അനുഭവങ്ങളും നമ്മുടെ ഉള്ളിൽ നിറയപ്പെടണം. ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും നിറയപ്പെടണം. പകലെന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, താങ്കളുടെ കഴിഞ്ഞ കാല ജീവിതത്തെ താങ്കൾ പരിശോധിച്ച് നോക്കിയാട്ടെ. ഹല്ലേലൂയ. എത്രയോ അശുദ്ധമായ കാര്യങ്ങൾക്ക്, അശുദ്ധമായ ചിന്തകൾക്ക്, അശുദ്ധമായ പ്രവർത്തികൾക്ക് താങ്കളുടെ ഹൃദയം താങ്കൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്നാൽ താങ്കൾക്കൊരു മരണമുണ്ട്, ഇത് സമയത്ത് സംഭവിക്കുമെന്ന് താങ്കൾക്ക് തിരിച്ചറിയാത്തത് കൊണ്ട് രക്തം ചെയ്യും. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആത്മാവിൽ അവൻ നിറഞ്ഞു നിൽക്കുന്ന പാപത്തിന്റെ കറകളെ, കാപട്യത്വങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ ആത്മാവിൽ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ആത്മാവിൽ ശുദ്ധീകരിച്ചുകൊണ്ട് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയണം എന്ന് പറഞ്ഞാൽ ഈ പാപലോകത്തിൽ നിന്നും നിങ്ങൾ വേർപെട്ട ജീവിതം നയിക്കണം. ഈ ലോകം മുഴുവൻ പാപത്താൽ നിറയപ്പെട്ട് പാപത്തിന് അധീനമായ പാപത്തിൽ വശീകരിക്കപ്പെട്ട് പാപത്തിന്റെ മോഹന വാഗ്ദാനങ്ങൾ തന്ന് സാത്താൻ നമ്മെ പ്രലോഭിച്ച പ്രലോഭനത്തിൽ കൊണ്ടുപോയി നമ്മെ പാപത്തിലേക്ക് തള്ളിയിടുന്ന ഈ കാലയളവിൽ ഹല്ലേലൂയ നാം ഇവിടെ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾക്ക് അറിവുണ്ട്, ജ്ഞാനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, പാരമ്പര്യമുണ്ട്, സംസ്കാരമുണ്ട്, ലോക പരിചയങ്ങളൊക്കെ ഉണ്ട്. താങ്കൾ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും, നല്ല കുടുംബക്കാരനായിരിക്കും, നല്ല പാരമ്പര്യമൊക്കെ കാണാം. പക്ഷേ താങ്കളുടെ ഹൃദയത്തിനകത്തെ അശുദ്ധിയെ നീക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഈ ഹൃദയത്തിനകത്ത് അശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യതയിലെത്തുവാൻ കഴിയില്ല. ഈ ലോക ജീവിതം താൽക്കാലികമാണ്. ഈ താൽക്കാലിക ജീവിതത്തിന് ശേഷം നിത്യത എന്ന് പറയുന്ന ഒന്നുണ്ട്. നിത്യതയിൽ എത്തണമെങ്കിൽ നമ്മൾ ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷൻ നീക്കി ഈ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ആത്മഫലമുള്ളവരായി മാറുന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിലെത്താൻ കഴിയുള്ളൂ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കത സർവ തിന്മകളുടെ ഉറവിടമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. സകല തിന്മകളുടെ ഉറവിടമായിരിക്കും നമ്മുടെ ഹൃദയത്തെ ലോകത്തിൽ നമ്മൾ വേർതിരിക്കണം.
ദൈവം ആ കരയും കടലിനും വേർതിരിച്ചതുപോലെ, ആകാശത്തെയും ഭൂമിയും വേർതിരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പാപത്തിന്റെ കറകളെ നമ്മൾ വേർതിരിച്ച് മാറ്റിയെടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം ക്രിസ്തുവിനോളം നാം നിറഞ്ഞു വരിക, ക്രിസ്തുവിന്റെ നിറവിനോളം ആയി വരിക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സകല സർവ കഴിവുകളും അവസരങ്ങളും നാം ദൈവത്തെ അറിയുന്നതിന് വേണ്ടി ലോകപ്രകാരമുള്ള നീക്കി ദൈവികമായത് സ്വീകരിക്കണം. അല്ലേ? മനുഷ്യൻ സ്വന്തം പരിശ്രമത്തിലൂടെ, സ്വന്തം ജ്ഞാനത്തിലൂടെ, സ്വന്തം ബുദ്ധിയിലൂടെ പലപ്പോഴും ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. മനുഷ്യൻ പിടിക്കുന്നിടത്ത് മാത്രം വിജയിക്കുന്നുള്ള ചിന്താഗതി മാറ്റിവെച്ചിട്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, താങ്കളുടെ ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അല്ലേരിയ, ഇനി താങ്കൾ എത്ര കാലം കാണുമെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഏത് സമയത്തും മരണം സംഭവിക്കാം. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന മനുഷ്യൻ പിന്നെ ആ കിടക്കയിൽ തന്നെ മരിക്കുന്ന, അവിടെ തന്നെ വീണ് മരിക്കുന്ന സംഭവങ്ങൾ, മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങൾ ഏറെ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ നിങ്ങൾ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെടണം. കരയും കടലിനും വേർതിരിച്ചതുപോലെ നിങ്ങൾ പാപത്തിൽ നിന്ന് വേർതിരിക്കപ്പെടണം. നാം മുന്നമേ വിശുദ്ധരാണെന്ന് നാം ചിന്തിക്കരുത്. നാം ഒരിക്കലും മുന്നമേ വിശുദ്ധരല്ല. നമ്മുടെ ജന്മം കൊണ്ട് പോലും നമ്മൾ പാപത്തിന്റെ അധീനതയിലാണ് കിടക്കുന്നത് അല്ലേരിയ. അതുകൊണ്ട് നമ്മുടെ ജന്മ പാപം തൊട്ട് സകല പാപങ്ങൾക്കും മാറ്റം തരുവാൻ, ശുദ്ധീകരണം തരുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും വിശുദ്ധിയോടെ സംസാരിക്കാൻ കഴിയില്ല. അശുദ്ധിയെ നീക്കിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ വിശുദ്ധിയുടെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു വരികയുള്ളൂ. ഈ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കണം അല്ലേരിയ. നോട്ടമായാലും, നമ്മുടെ കേൾവിയായാലും, നമ്മുടെ ചിന്തയായാലും, നമ്മുടെ സംസാരമായാലും, നമ്മുടെ പ്രവൃത്തിയായാലും, കൊടുക്കലായാലും, വാങ്ങലായാലും, ഭവനത്തിലായാലും, ഭാര്യഭർത്തൃ ജീവിതമായിരുന്നാലും, അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന കൂട്ടുകുടുംബമായ സമൂഹമായ സഭയിലായിരുന്നു, എവിടെയും നമ്മൾ വിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് താൽക്കാലികമായ ലോകമാണ്. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാ, നാളുകളായി നീ ആഗ്രഹിച്ചിട്ട് ഉയരുവാൻ കഴിയാത്ത തകർച്ചയുടെ വാക്കിലൂടെ നീ കടന്നുപോയി. എന്ന് നിനക്ക് കാണുന്നതിലും വേദനകളും ദുഃഖങ്ങളും മാത്രമല്ലേ? എന്താണ് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും മാറ്റം വരാത്തത്? ഒരേ ഒരു കാര്യം, താങ്കളുടെ ജഡത്തിലും ആത്മാവിലും പാപത്തിന്റെ അശുദ്ധി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് താങ്കൾക്ക് ഉയരുവാൻ കഴിയുന്നില്ല. ഓരോ ദിവസം സാത്താന്റെ പ്രലോഭനങ്ങളിൽ നിങ്ങളെ തകർത്തുകൊണ്ട് അവൻ നിങ്ങളെ നശിപ്പിക്കുകയാണ്. ദൈവം വിശുദ്ധിയെ നിന്റെ ഉള്ളിൽ തരുവാൻ ആഗ്രഹിക്കുമ്പോൾ സാത്താൻ തിന്മയുടെ തിന്മയുടെ അനുഭവത്തിലേക്ക് തട്ടി മാറ്റി കൊണ്ടുപോകും. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നിങ്ങൾ ഉൾക്കൊള്ളണം, യേശുവിനെ നിങ്ങൾ ഉൾക്കൊള്ളണം. യേശു ക്രിസ്തു വിശുദ്ധി തന്നെയാണ് അല്ലേരിയ. അതുകൊണ്ട് നമ്മെ വിശുദ്ധനാക്കുന്നത് ദൈവമാണ് അല്ലേ? മനുഷ്യർക്ക് നമ്മെ വിശുദ്ധനാക്കാൻ കഴിയും നമ്മുടെ പ്രമാണങ്ങൾ കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, കഴിവുകൊണ്ട്, മതചിന്ത കൊണ്ട്, മതത്തിന്റെ പഠിപ്പീര് കൊണ്ട് നമ്മളെ വിശുദ്ധരാക്കാൻ കഴിയത്തില്ല. പിന്നെ എങ്ങനെയാണ് വിശുദ്ധനായി? യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. അതാണ് 1 പത്രോസ് ലേഖനം 1-16 വാക്യമായി, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരാകും എന്ന് പറഞ്ഞ് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, നീ കർത്താവിനെ അറിയുന്ന നിന്റെ ഹൃദയത്തിനകത്ത് വിശുദ്ധിക്ക് നീക്കി സ്ഥാനം കൊടുക്കുന്നെങ്കിൽ നിന്റെ ശാപങ്ങൾ മാറും, പാപങ്ങൾ മാറും, രോഗങ്ങൾ മാറും, നിന്റെ കുടുംബത്തിന് ബന്ധനം അഴിയും. നീ ഇതുവരെ കടന്നു പോകുന്ന പ്രതിസന്ധികളെ നടുവിൽ ഉയർച്ച തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കരയും കടലും വേർതിരിച്ച പോലെ നിന്റെ ജഡത്തിലെ ആത്മാവിലെ സകല കൺമഷും നീക്കി നീ വിശുദ്ധിയെ, ദൈവത്തെ വിശുദ്ധി എപ്പോൾ തികയ്ക്കുന്നോ ആ സമയം നിന്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹത്തിന്റെ കലവറകളെ ദൈവം തുറക്കാൻ തുടങ്ങും അല്ലേരിയ. അതുകൊണ്ട് ഇത് പകൽ നിന്റെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ നീട്ടം കൊടുക്കുന്നെങ്കിൽ, പാപഭംഗിലമായ ജീവിതം മാറ്റിയിട്ട് നിർമ്മല ഹൃദയത്തോടെ, ശുദ്ധ മനസ്സാക്ഷിയോട് നീ ജീവിക്കാൻ ആഗ്രഹിക്കുമെങ്കിൽ കർത്താവ് നിന്നെ മാനിക്കും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ജഡത്തിലെ ആത്മാവിലെ സകല കർമ്മത്തിൽ ദൈവത്തെ വിശുദ്ധത്തെ തികച്ചുകൊണ്ട് കർത്താവ് ഈ ദൈവത്തിൽ നിന്ന് വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്ന ക്രിസ്തു ആകുന്ന വിശുദ്ധിയുടെ അനുഭവത്തിൽ ആ ഉറവിൽ ജീവിപ്പാൻ ജനത്തെ ഒരുക്കണമേ. സകലത്തിന്മേലും ദൈവത്തെ നീതി വെളുപ്പം, പാപശാപ രോഗ ബന്ധങ്ങൾ ജനം വിടിവിക്കപ്പെടട്ടെ. ജനത്തെ തകർക്കുന്ന സാത്താന്റെ തന്ത്രങ്ങൾ, സാത്താന്റെ കുബുദ്ധിയിൽ നിന്ന് ജനം വിടിവിക്കപ്പെട്ട് മടങ്ങി വന്ന വിശുദ്ധ ജീവിതം നയിപ്പാടെയാകണം. സകലത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.